Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Coloracals Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. പയ്യന്നൂർ സഹകരണ ആശുപത്രി, സൗത്ത് ബസാർ, പയ്യന്നൂർ. The Payyannur Eye Foundation, Super Speciality Eye Hospital. ഫർണിച്ചർ സെന്റർ പയ്യന്നൂർ നിങ്ങളോടൊപ്പം. വിദ്യാമന്ദിർ കോളേജ്, താഴത്തുവയൽ, പെരുമ്പ, പയ്യന്നൂർ. വിദ്യാമന്ദിർ കോളേജ്, ഗാന്ധി പാർക്കിന് സമീപം, പയ്യന്നൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകളായി. പയ്യന്നൂർ പെരുമ്പയിൽ കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കി. പെരുമ്പയിലെ കച്ചവട സ്ഥാപനങ്ങൾ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ പൂർണ്ണമായി അടച്ചിടുന്നു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കിഴക്ക് ഭാഗത്തേക്ക് പുതുതായി നിർമ്മിച്ച ഫുട് ഓവർ ബ്രിഡ്ജ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ദീർഘകാലത്തെ കാത്തിരിപ്പ് ഇപ്പോൾ യാഥാർത്ഥ്യമായതിന്റെ ആഹ്ലാദത്തിലാണ് പരിസരവാസികളും യാത്രക്കാരും. തൃശൂർ പുതുക്കാട് നവീകരിച്ച കേരള വിഷൻ ഡിജിറ്റൽ ടിവി ആൻഡ് ബ്രോഡ്ബാൻഡ് പ്രൊജക്ട് ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാനത്താകെ 1000 കേന്ദ്രങ്ങളിൽ പച്ചക്കറി സംഭരണ വിതരണ കേന്ദ്രം തുടങ്ങി. ഇതിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പച്ചക്കറി സംഭരണ വിതരണ കേന്ദ്രങ്ങൾ തുറന്നു. മലയോര ഹൈവേയുടെ ഭാഗമായ ചിറ്റാരിക്കൽ ടൗണിലെ റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ഈസ്റ്റ് എളേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാരിക്കൽ ടൗണിലും പരിസരത്തും ധർണ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. പയ്യന്നൂർ പെരുമ്പയിൽ കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കി. പെരുമ്പയിലെ കച്ചവട സ്ഥാപനങ്ങൾ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ പൂർണ്ണമായും അടച്ചിടും. പയ്യന്നൂർ പെരുമ്പ ഭാഗങ്ങളിൽ കൂടുതൽ പേർക്ക് കോവിഡ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് മേഖലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. ഞായർ തിങ്കൾ ദിവസങ്ങളിൽ പെരുമ്പ വലിയപള്ളി മുതൽ നഗരസഭാ ഓഫീസ് പരിസരത്തെ കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിടും. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ വ്യാപാര സംഘടനകളുടെയും ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തിരുന്നു. ചുമട്ടുതൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർക്കും കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ വരും ദിവസങ്ങളിൽ മറ്റ് തൊഴിൽ മേഖലയിലുള്ളവരെ ഉൾപ്പെടുത്തി കൂടുതൽ പരിശോധനകൾ നടത്തും. രോഗവ്യാപനം തടയുന്നതിനായി കോവിഡ് പ്രോട്ടോകോൾ കർശനമായി പാലിക്കുകയും നിയന്ത്രണങ്ങളോട് സഹകരിക്കുകയും ചെയ്യണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കിഴക്ക് ഭാഗത്തേക്ക് പുതുതായി നിർമ്മിച്ച ഫുട് ഓവർ ബ്രിഡ്ജ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. സി കൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലത്തെ കാത്തിരിപ്പ് ഇപ്പോൾ യാഥാർത്ഥ്യമായതിന്റെ ആഹ്ലാദത്തിലാണ് പരിസരവാസികളും യാത്രക്കാരും. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 85 ലക്ഷം രൂപയും നഗരസഭയുടെ 7 ലക്ഷം രൂപയും ചിലവഴിച്ചാണ് പുതിയ ഫുട് ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചത്. പുതിയതായി നിർമ്മിച്ച പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ ഉദ്ഘാടനം സി കൃഷ്ണൻ MLA നിർവഹിച്ചു. അപ്പോൾ പാർക്കിംഗ് സൗകര്യം അത് യാഥാർത്ഥ്യമാക്കണം. റെയിൽവേ വകുപ്പുകാരുടെ പരിധിയിൽ അതുണ്ട്. അതിൽ ഇടപെട്ടുകൊണ്ട് നേരത്തെ ഉള്ള MP അതിൽ ഇടപെട്ട് ഒലവക്കോട് വരെ പോയി ആ വിഷയം ചർച്ച ചെയ്തതാണ്. ചെയർമാൻ പോയിട്ടുണ്ട്. അതിന് മുമ്പത്തെ ചെയർമാൻ അതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ യാഥാർത്ഥ്യമായിട്ടില്ല. അത് ഒരു പരിഹരിക്കേണ്ട പ്രശ്നമായിട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ട്രെയിൻ യാത്രക്കാരുടെ ദീർഘകാലത്തെ ആവശ്യമായിരുന്നു റെയിൽവേ സ്റ്റേഷന്റെ കിഴക്കുഭാഗത്ത് ഫുട് ഓവർ ബ്രിഡ്ജ് വേണമെന്നത്. നാവിക അക്കാദമി, CRPF കേന്ദ്രം എന്നിവ ഉൾപ്പെടെ ആശ്രയിക്കുന്ന സ്റ്റേഷനാണിത്. 3ാം ട്രാക്കിൽ നിർത്തിയിടുന്ന ഗുഡ്സ് വാഗന്റെ എഞ്ചിനിൽ പിടിച്ച് യാത്രക്കാർ 2ാം പ്ലാറ്റ്ഫോമിൽ എത്തുന്നത് ഇവിടെ പതിവ് കാഴ്ചയായിരുന്നു. ജീവൻ പണയം വെച്ചുള്ള യാത്രയ്ക്കാണ് ഇപ്പോൾ ഫുട് ഓവർ ബ്രിഡ്ജ് വന്നതോടെ അറുതിയായിരിക്കുന്നത്.
ജനങ്ങളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയാണ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക നീക്കിവെച്ച് ഫുഡ് ഓവർ ബ്രിഡ്ജിന്റെയും ഇതിന്റെ അപ്രോച്ച് റോഡിന്റെയും പ്രവൃത്തി പൂർത്തീകരിച്ചത്. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, സ്റ്റേഷൻ മാസ്റ്റർ KP ജ്യോതി, PV കുഞ്ഞപ്പൻ, കൌൺസിലർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃശൂർ പുതുക്കാട് നവീകരിച്ച കേരള വിഷൻ ഡിജിറ്റൽ TV ആൻഡ് ബ്രോഡ്ബാൻഡ് പ്രൊജക്ട് ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരള വിഷൻ ഡിജിറ്റൽ കേബിൾ TV, ബ്രോഡ്ബാൻഡ് ഹെഡ് എൻഡുകളും സർവീസ് സെന്ററും ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ COA പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ്, ജനറൽ സെക്രട്ടറി KV രാജൻ, KCCL MD PP സുരേഷ് കുമാർ, ഡയറക്ടർമാരായ വിജയകൃഷ്ണൻ K, VP ബിജു എന്നിവർ പങ്കെടുത്തു. മലയോര ഹൈവേയുടെ ഭാഗമായി ചിറ്റാരിക്കാൽ ടൗണിലെ റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ഈസ്റ്റ് എളേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാരിക്കാൽ ടൗണിലും പരിസരത്തും ധർണ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മാത്യു പടിഞ്ഞാറയിൽ അധ്യക്ഷത വഹിച്ചു. ഇതേസമയം തന്നെ ബസ് സ്റ്റാൻഡ് പരിസരത്തും കാരളം ജംഗ്ഷനിലും ധർണ നടന്നു. ജനാധിപത്യ ബോധമുള്ള ജനതതി തങ്ങളുടെ ചൊൽപ്പടിക്കനുസരിച്ച് നിൽക്കുന്നില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത്രയും വലിയ ഉദാസീനത കാണിക്കുന്നു എന്ന് ഞാൻ കുറ്റപ്പെടുത്തുകയാണ്. ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തും അതുപോലെ സർക്കാരിന്റെ അധികൃതരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തുള്ള ഈ പ്രദേശത്തെ ശിക്ഷിക്കാനും വികസന കാര്യങ്ങളിൽ ഒരു ഏറ്റവും മോശമായ നിലപാട് സ്വീകരിക്കാനും ഈ ഭരണാധികാരികൾ മുന്നോട്ട് വരുന്നത് എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. അഡ്വക്കേറ്റ് ജോയി കുര്യാലപ്പുഴ, തോമസ് മാത്യു മണനാനിക്കൽ, ടോമി പ്ലാത്തോട്ടത്തിൽ, ജോസ് കുത്തിയത്തോട്ടിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കേരള സംസ്ഥാന സഹകരണ ബാങ്കിന്റെ ATM കൗണ്ടർ കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ ആരംഭിച്ചു. ഓൺലൈൻ വഴി സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. സർവീസ് സഹകരണ ബാങ്കുകൾ ശക്തിപ്പെടുത്തുക എന്നത് കേരള ബാങ്കിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ATM ഉൾപ്പെടെ എല്ലാ ആധുനിക ബാങ്കിംഗ് സംവിധാനങ്ങളും പാക്സിലൂടെ ഗ്രാമങ്ങളിലെത്തണം. ഇതിനു വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും വേഗത്തിലാക്കാനുമാണ് കേരള ബാങ്കിൽ പാക്സ് ഡെവലപ്മെന്റ് സെൽ രൂപീകരിച്ചിട്ടുള്ളത്. കടന്നപ്പള്ളി ബാങ്കിന്റെ മാതൃക മറ്റു സർവീസ് സഹകരണ ബാങ്കുകളും പിന്തുടരുമെന്ന് തന്നെയാണ് ഗവൺമെന്റ് വിശ്വസിക്കുന്നത്. കേരള ബാങ്കും പാക്സും പരസ്പരം സഹകരിച്ച് പ്രവർത്തിച്ചാൽ നമ്മുടെ നാടിന്റെ സാമ്പത്തിക സാമൂഹ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. കടന്നപ്പള്ളി പാണപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് കെട്ടിടത്തിലാണ് കൗണ്ടർ ഉദ്ഘാടനം ചെയ്തത്. കടന്നപ്പള്ളിയിൽ നടന്ന ചടങ്ങിൽ കടന്നപ്പള്ളി പാണപ്പുഴ ബാങ്ക് പ്രസിഡന്റ് T. രാജൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EP. ബാലകൃഷ്ണൻ കൗണ്ടറിന്റെ ഉദ്ഘാടനവും ATM കാർഡ് ഉപയോഗിച്ച് ആദ്യ പണം പിൻവലിക്കലും നിർവഹിച്ചു. കേരള ദിനേശ് ചെയർമാൻ MK ദിനേശ് ബാബു, ബാങ്ക് മുൻ വൈസ് പ്രസിഡന്റ് TV. ചന്ദ്രൻ, ബാങ്ക് ഭരണസമിതി അംഗം P. പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. കേരള ബാങ്ക് കണ്ണൂർ റീജിയണൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ V. നാരായണൻ സ്വാഗതവും ബാങ്ക് സെക്രട്ടറി VV. മധുസൂദനൻ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാനത്താകെ 1000 കേന്ദ്രങ്ങളിൽ പച്ചക്കറി സംഭരണ വിതരണ കേന്ദ്രം തുടങ്ങി. ഇതിന്റെ ഭാഗമായി വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഹെഡ് ഓഫീസിന് താഴെ പച്ചക്കറി സംഭരണ വിതരണ കേന്ദ്രം തുറന്നു. C. കൃഷ്ണൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പച്ചക്കറി സംഭരണ വിതരണ കേന്ദ്രത്തിലൂടെ വിഷരഹിത പച്ചക്കറിയുടെ സംഭരണവും വിതരണവും തുടങ്ങി. ഉണക്കലരി, ചേന, പച്ചക്കായ, മധുരക്കിഴങ്ങ്, കാമ്പ്, കൂമ്പ്, മറ്റ് വിവിധയിനം പച്ചക്കറികൾ, നാടൻ അച്ചാറുകൾ എല്ലാം സുലഭമായി ഇവിടെ നിന്നും ലഭ്യമാകും. C. കൃഷ്ണൻ MLA പച്ചക്കറി സംഭരണ വിതരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അതേസമയത്ത് തന്നെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായിട്ടും മറ്റും കൃഷി അഭിവൃദ്ധിപ്പെടുത്താനുള്ള ഒട്ടേറെ പദ്ധതികൾ കൃഷി വകുപ്പും സംസ്ഥാന ഗവൺമെൻറ്റുമൊക്കെ ആവിഷ്കരിക്കുകയും മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ കൃഷിക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില കിട്ടുക. നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് V. കുഞ്ഞികൃഷ്ണൻ, കൃഷി ഓഫീസർ K. സുനീഷ്, യൂണിറ്റ് ഇൻസ്പെക്ടർ PV. മഹേഷ്, KV. ബാലൻ, ബാങ്ക് സെക്രട്ടറി K. തങ്കമണി എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
കാർഷിക ബില്ലിനെതിരെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി രാഷ്ട്രപതിക്ക് നൽകുന്ന ഭീമ ഹർജിയുടെ ഭാഗമായി ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. എസൻഷ്യൽ കോമഡിറ്റീസ് ആക്ടിനകത്ത് ഭേദഗതി വരുന്നതോടുകൂടി ഇവിടെ മിനിമം സപ്പോർട്ട് പ്രൈസിലൂടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാധനങ്ങളൊക്കെ നാഫെഡും FCIയും അടക്കമുള്ള സ്ഥാപനങ്ങൾ വാങ്ങിച്ച് സൂക്ഷിച്ചു വെച്ചിരുന്നത്. കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഉൽപാദന ചെലവിന് അനുസൃതമായ വിലപ്പെടുത്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ്. കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഒപ്പുശേഖരണം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് തങ്കച്ചൻ കാവാലം അധ്യക്ഷത വഹിച്ചു. A. ബാലകൃഷ്ണൻ, മനോജ് വടക്കേൽ, KK സുരേഷ് കുമാർ, രജീഷ് പാലങ്ങാടൻ, തോമസ് നാഗനോലിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കൊടക്കാട് വലിയപോയിൽ വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ പുതിയ കെട്ടിട ഉദ്ഘാടനം നടന്നു. M. രാജഗോപാലൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. കൊടക്കാട് വലിയപോയിലിൽ തൃക്കരിപ്പൂർ MLA M. രാജഗോപാലന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം കോവിഡ് പ്രോട്ടോകോളിന് വിധേയമായി നടന്നു. അതും ജയിലിൽ കഴിയുമ്പോഴാണ് സാക്ഷാൽ VR കൃഷ്ണയ്യരെ തോൽപ്പിച്ചുകൊണ്ടാണ് നിയമസഭയിലെത്തിയത്. പിന്നീട് പാർലമെന്റ് അംഗമായി പ്രവർത്തിച്ചു. അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ, വിശേഷിച്ച് സംഘടനാ പ്രവർത്തനത്തിലും പാർലമെന്ററി പ്രവർത്തനത്തിലും ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. MA ഹിസ്റ്ററി പോസ്റ്റ് ഗ്രാജുവേഷൻ ബിരുദ നേടിയ സഖാവായിരുന്നു. നിയമസഭയിലെല്ലാം രേഖകൾ പരിശോധിച്ചാൽ. ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KV കുഞ്ഞിരാമൻ അധ്യക്ഷനായി. വായനശാലയുടെ ആദ്യകാല പ്രവർത്തകനും രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ നിറസാന്നിധ്യവുമായിരുന്ന MTP ഇബ്രാഹിം കുട്ടിയുടെ ഫോട്ടോ അനാച്ഛാദനം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. നാരായണൻ മാസ്റ്റർ നിർവഹിച്ചു. വായനശാലയുടെ പ്രഥമ കമ്മിറ്റി അംഗങ്ങൾക്കുള്ള ഉപഹാര സമർപ്പണം CPM തൃക്കരിപ്പൂർ ഏരിയ സെക്രട്ടറി E. കുഞ്ഞിരാമൻ നിർവഹിച്ചു. V. ചന്ദ്രൻ, P. വേണുഗോപാലൻ, P. ചന്ദ്രൻ മാസ്റ്റർ, ശ്രീമതി MB, P. രാഘവൻ, CV നാരായണൻ, K. പ്രഭാകരൻ, P. ശാന്ത, M. പവിത്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കോറോം നോർത്തിൽ പുനർനിർമ്മിച്ച ഗാന്ധി സ്തൂപം ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാവ് ശ്രീ KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയ നേതാക്കളെ രാജ്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും പൊതുബോധത്തിന്റെയും പ്രതീകമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കണം. രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അവർ നൽകിയ മഹത്തായ സംഭാവനകൾക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുവാൻ ജനാധിപത്യത്തിന്റെ മാർഗം അത് മാത്രമാണെന്നും സ്തൂപം ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് KP കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കടിച്ചമർത്തി എൻ്റെ രാജ്യമാണ് എൻ്റെ ആത്മാവെന്ന് മനസ്സിൽ കണ്ട് കരുതി പ്രവർത്തിച്ച ഒരു വലിയ നേതാവായിരുന്നു ഇന്ദിരാഗാന്ധി. വ്യക്തിപരമായി പറഞ്ഞാൽ അവരുടെ വ്യക്തി ജീവിതം വളരെ കലുഷിതമായിരുന്നു. കുഞ്ഞും നാളിലെ അമ്മ നഷ്ടപ്പെട്ട് ജീവിതത്തിൻ്റെ ചൈതന്യവത്തായ മുഹൂർത്തത്തിൽ സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ട് തൻ്റെ പിതാവിൻ്റെ അഭാവം മുഴുവൻ വേദന കടിച്ചമർത്തി വ്യക്തി ജീവിതത്തിൽ അങ്ങോളം. കോറോം നോർത്തിൽ പുനർനിർമ്മിച്ച ഗാന്ധി സ്തൂപത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു KP കുഞ്ഞിക്കണ്ണൻ. നാളുകൾക്ക് മുൻപ് തകർക്കപ്പെട്ട സ്തൂപം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനർനിർമ്മിക്കുകയായിരുന്നു. പ്രശാന്ത് കോറോം അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് DK ഗോപിനാഥ്, KK ഫൽഗുനൻ, K. ജയരാജ്, K. രമേശൻ, അശോകൻ കുറുന്തിൽ, MV ഉണ്ണികൃഷ്ണൻ, കുഞ്ഞിവീട് നാരായണൻ, T. പുഷ്പവല്ലി, വിജയൻ തറമ്മൽ, അപ്പു കോറോം, ഗോകുൽ ഗോപി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. BJPയുടെ നേതൃത്വത്തിൽ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ദേശീയപാതയോരത്ത് നിൽപ്പ് സമരം സംഘടിപ്പിച്ചു. കല്യാശ്ശേരി മണ്ഡലത്തിൽ 16 കേന്ദ്രങ്ങളിലാണ് നിൽപ്പ് സമരം നടന്നത്. കല്യാശ്ശേരി മണ്ഡലത്തിൽ പരിയാരം, പിലാത്തറ, വിളയാങ്കോട് തുടങ്ങിയ 16ഓളം കേന്ദ്രങ്ങളിലാണ് നിൽപ്പ് സമരം സംഘടിപ്പിച്ചത്. ദേശവിരുദ്ധ ശക്തികൾക്ക് താവളമൊരുക്കിയ പിണറായി സർക്കാർ രാജിവെക്കുക എന്ന മുദ്രാവാക്യമുയർത്തിയാണ് നിൽപ്പ് സമരം നടത്തിയത്. സ്വജനപക്ഷപാതത്തിലും ദേശദ്രോഹ പ്രവർത്തനങ്ങളും കണ്ടുപിടിച്ച പിണറായി സർക്കാർ രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരളത്തിലെ ഹൈവേകളിലുടനീളം 5 പേർ വീതമുള്ള ഒരു വലിയൊരു സമരശൃംഖല എന്ന പേരിൽ തന്നെ നമ്മളത് രാവിലെ 11:30 മുതൽ 12 മണി വരെയുള്ള സമയങ്ങളിലായി നമ്മൾ കേരളത്തിലുടനീളം നടത്തിക്കൊണ്ടിരിക്കുക. കല്യാശ്ശേരി മണ്ഡലത്തിലെ സമരത്തിന് VV മനോജ്, പ്രശാന്ത് ചുള്ളരി, മൊത്തങ്ങ ധനേഷ്,
ശങ്കരൻ കൈതപ്രം, പ്രഭാകരൻ കടന്നപ്പള്ളി, മധു മാട്ടൂൽ, KV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. OIOP1 ഇന്ത്യ 1 പെൻഷൻ എന്ന സംഘടനയുടെ അവകാശ സംരക്ഷണ പ്രതിജ്ഞാ ചടങ്ങ് കേരളപ്പിറവി ദിനമായ നവംബർ 1 രാവിലെ പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്നു. കേന്ദ്ര കമ്മിറ്റി അംഗം ഭാസ്കരൻ ഒളവറ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി V രാധാകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ ട്രഷറർ അശോകൻ മാസ്റ്റർ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. പ്രതിജ്ഞാ ചടങ്ങിനു ശേഷം നടന്ന ജില്ലാ ഭാരവാഹികളുടെ യോഗത്തിൽ സംഘടനയുടെ മുഖ്യ ഉദ്ദേശമായ 60 വയസ്സ് തികഞ്ഞ എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും 10,000 രൂപ വീതം പെൻഷൻ അനുവദിക്കുന്നതിനാവശ്യമായ നടപടികൾ സർക്കാർ തലത്തിൽ നടപ്പിലാക്കേണ്ടതിനുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ തീരുമാനിച്ചു. അമ്പലങ്ങളിലേക്കും പള്ളികളിലേക്കും ആശ്രയത്തിന് വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നതിനുള്ള ഒരു മറുപടി എന്നല്ല, ഇതിന്റെ ഒരു സഹായം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഏറ്റുകുടുക്കയിലെ കൈപ്രവൻ വിജയൻ മാസ്റ്ററുടെ കരവിരുതിൽ പിറവിയെടുക്കുന്ന ശില്പങ്ങൾ ജീവൻ തുടിക്കുന്നവയാണ്. 82-കാരനായ മാസ്റ്റർ ശില്പങ്ങൾ തീർക്കുന്നത് ജൈവവസ്തുക്കൾ കൊണ്ടാണെന്നത് ശ്രദ്ധേയം. കോവിഡ് കാലം ഒട്ടേറെ കലാകാരന്മാരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവന്ന ഒന്നാണ്. കോവിഡ് മനുഷ്യരെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് ഒതുക്കിയപ്പോൾ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്ന പലരും കലാവിസ്മയങ്ങളൊരുക്കി നമ്മെ അമ്പരപ്പിച്ചു. അത്തരത്തിലുള്ള ഒരു കലാകാരനാണ് ഏറ്റുകുടുക്കയിലെ കൈപ്രവൻ വിജയൻ മാസ്റ്റർ. 82 വയസ്സായ വിജയൻ മാസ്റ്റർ തീർത്ത ശില്പങ്ങൾ നമുക്ക് അത്ഭുതവും കൗതുകവുമായിരിക്കും സമ്മാനിക്കുക. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വസ്തുക്കൾ കൊണ്ട് മാത്രമേ വിജയൻ മാസ്റ്റർ ശില്പങ്ങൾ തീർക്കാറുള്ളൂ. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഇങ്ങോട്ട് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ഈ കൊറോണ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ധാരണ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കൗതുക വസ്തുക്കൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രചോദനം എനിക്ക് ലഭിച്ചിട്ടുള്ളത്. ഏതായാലും ഒരു ദിവസം പോലും ചെലവഴിക്കാതെ പുറത്തെവിടെയും പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാൻ എനിക്ക് സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. മരം, ചിരട്ട, ചകിരി എന്നിവയാണ് വിജയൻ മാസ്റ്ററുടെ ശില്പനിർമ്മാണത്തിന്റെ അസംസ്കൃത വസ്തുക്കൾ. ഇവയിൽ നിന്ന് വിജയൻ മാസ്റ്ററുടെ കരവിരുതിൽ പിറവിയെടുക്കുന്ന ജീവികൾ നിരവധിയാണ്. പാമ്പുകൾ, എലി, അണ്ണാൻ, മുയൽ, മാൻ, ആമ എന്നിങ്ങനെ പട്ടിക നീളുകയാണ്. മാസ്റ്റർ സർവീസിൽ നിന്ന് വിരമിച്ചിട്ട് 26 കൊല്ലമായെങ്കിലും ജീവിതത്തിൽ വെറുതെയിരിപ്പ് എന്നൊന്നില്ല. ഗുരുപൂജ, ഫോക്ലോർ അക്കാദമി അവാർഡ് എന്നിങ്ങനെ പുരസ്കാരങ്ങളും ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കൂടാതെ തെയ്യത്തിന്റെ തിരുവായുധങ്ങളും ആടയാഭരണങ്ങളും വിജയൻ മാഷ് അതിന്റെ ദൃശ്യഭംഗി ഒട്ടും ചോരാതെ തന്നെ പൂർത്തീകരിക്കും. പൊന്തി, പരിച, വില്ല്, ശരം എന്നിങ്ങനെ എന്തു വേണമെങ്കിലും വിജയൻ മാസ്റ്ററുടെ കൈകളാൽ പിറവിയെടുക്കും എന്നുകരുതി ഇത് എളുപ്പമാണെന്ന് കരുതേണ്ടതില്ല. മാസങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിലായിരിക്കും ചിലത് പിറവികൊള്ളുക. ഭാര്യയുടെ സഹകരണമാണ് ഏറ്റവും വലുതെന്നും വിജയൻ മാസ്റ്റർ പറയുന്നു. കൂടാതെ കോവിഡ് എത്തുന്നതുവരെ വിജയൻ മാസ്റ്റർ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ സജീവമായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി സേതു നെടുമ്പ. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷി ദിനാചരണത്തിന്റെ ഭാഗമായി ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാജി അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. BJPയുടെ അടൽ ബിഹാരി വാജ്പേയി അടക്കമുള്ള ആളുകൾ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ശക്തിയുടെ തെളിവ് തന്നെ. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും പുരോഗതിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിരവധി പദ്ധതികൾ, 14 പരിപാടികൾ മുതൽ. മുതിർന്ന കോൺഗ്രസ് നേതാവ് V കൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് തങ്കച്ചൻ കാവാലം അധ്യക്ഷത വഹിച്ചു. A ബാലകൃഷ്ണൻ, മനോജ് വടക്കേൽ, KK സുരേഷ് കുമാർ, രജീഷ് പാലങ്ങാടൻ, സലിം തേക്കാട്ടിൽ, വർഗി തുണ്ടിയിൽ, തോമസ് നാഗനോലിൽ, അനീഷ് ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. രാമന്തളി പഞ്ചായത്തിലെ കുരിശുമുക്കിൽ ജനകീയ കമ്മിറ്റി നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം നാടിന്റെ ഉത്സവമായി. എഴിമല ടോപ്പ് റോഡ് കൊല്ലംപറമ്പ് റോഡിനെ രാമന്തളി നേവൽ ഗേറ്റ് റോഡുമായി ബന്ധിപ്പിച്ച് നാട്ടുകാർ നിർമ്മിച്ച ലിങ്ക് റോഡാണ് ഉത്സവാന്തരീക്ഷത്തിൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. രാമന്തളി പഞ്ചായത്തിന്റെ 13-ാം വാർഡിൽപ്പെട്ട ഈ പ്രദേശത്തെ താമസക്കാരുടെ റോഡ് എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്.
വേനൽക്കാലത്ത് പഞ്ചായത്തിന്റെ വാഹനങ്ങളിലുള്ള കുടിവെള്ള വിതരണം പോലും ഈ പ്രദേശത്ത് ലഭിക്കാറില്ലായിരുന്നു. നടന്നുപോകാൻ പറ്റുന്ന വഴി കൂടിയില്ലാതിരുന്ന ഈ പ്രദേശത്ത് രോഗികളെ കസേരയിൽ ഇരുത്തി കൊണ്ടുപോയിരുന്ന ദുരവസ്ഥയ്ക്ക് റോഡ് നിർമ്മിച്ചതോടെ അറുതിയായി. കൊല്ലംപറമ്പ് മുതൽ രാമന്തളി നേവൽ ഗേറ്റ് റോഡുമായി ബന്ധിപ്പിക്കുന്ന പുതിയ അനുബന്ധ റോഡാണ് നാട്ടുകാർ ശ്രമദാനമായി നിർമ്മിച്ചത്. CPMന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചെങ്കുത്തായ പ്രദേശം വെട്ടിയൊരുക്കി റോഡ് നിർമ്മിച്ചത്. ഇതോടെ കൊല്ലംപറമ്പ് നിവാസികൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള വഴിയാണ് ഒരുങ്ങിയത്. ടോപ്പ് റോഡ്, 10 സെന്റ് കോളനി, ഓണപ്പറമ്പ് എന്നിവിടങ്ങളിൽ നിന്നും എളുപ്പത്തിൽ രാമന്തളിയിലേക്ക് എത്തുന്നതിനുള്ള വഴി കൂടിയായി മാറിയിരിക്കുകയാണ് പുതിയ റോഡ്. രാമന്തളി പഞ്ചായത്ത് പ്രസിഡന്റ് MV ഗോവിന്ദൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പൂർത്തീകരണം ഉറന്നു ചോദിക്കുക. നമ്മുടെ ഈ പ്രദേശത്തുകാർ അത്രമാത്രം താല്പര്യമെടുത്തുകൊണ്ടാണ് ഈ റോഡ് നേവൽ റോഡ് വരെ ഇതിന്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഈ പ്രദേശത്തുകാരെ, അതുപോലെ സഹായിച്ചിട്ടുള്ള മറ്റുള്ളവരെയും എല്ലാം ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ നാടിന്റെ ഒരു വികസനം എന്നുള്ള നിലയിൽ നല്ല താല്പര്യത്തോടു കൂടിയാണ് പ്രദേശത്തുകാരും അതുപോലെ മറ്റു ആളുകളും എല്ലാം മുന്നോട്ട് വന്നു. വൈസ് പ്രസിഡന്റ് A വത്സല അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ KP രാജേന്ദ്രകുമാർ, OK ശശി, KPV രാഘവൻ, P സുഗുണൻ, CKV സുരേഷ്, പീറ്റർ ഏഴിമല എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കോവിഡാനന്തര കാലത്ത് കാർഷിക മേഖല ശക്തി പ്രാപിക്കുന്ന കാഴ്ചകളാണ് നാം കാണുന്നത്. കർഷകർക്ക് ന്യായമായ വില നൽകാനും ഉപഭോക്താക്കൾക്ക് മിതമായ നിരക്കിൽ പച്ചക്കറികൾ നൽകാനും കേരള സർക്കാരിന്റെ പച്ചക്കറി കടകൾ തുറക്കുന്നുണ്ട്. വെള്ളൂർ ബാങ്കിന്റെ കീഴിലാണ് ഇത്തരമൊരു കട തുറന്നിരിക്കുന്നത്. ഇടനിലക്കാരില്ല. ഇത് വെള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ തുറന്ന പച്ചക്കറി കടയുടെ പുതിയ രൂപമാണ്. കർഷകർ കൃഷി ചെയ്യുന്നതെല്ലാം ഇവിടെ ന്യായമായ വില നൽകി എടുക്കും. ലാഭേച്ഛ കൂടാതെ അത് ആവശ്യക്കാർക്ക് വിൽക്കും. സഹകരണ രംഗത്തെ കാർഷിക വിപണി വർത്തമാനകാലത്തെ കർഷകരെ ഉയിർപ്പിക്കുന്ന ഒന്നാണ്. ഇനി ആവശ്യക്കാർക്ക് നാട്ടിൽ ഉൽപ്പാദിപ്പിച്ച പച്ചക്കറികൾ വാങ്ങാം. ഒപ്പം നാളിതുവരെ ഇടനിലക്കാരന്റെ ചൂഷണത്തിൽ കണ്ണുനനഞ്ഞ കർഷകർക്ക് ഉത്പന്നങ്ങൾ ഇവിടെ വിറ്റ് സന്തോഷത്തോടെ തിരിച്ചു പോകാം. ഇതിന്റെ ബോർഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കോപ്പ് മാർക്കറ്റ്, കോപ്പറേറ്റീവ് മാർക്കറ്റ്, അതിന്റെ ചുരുക്കമാണ് കോപ്പ് മാർക്കറ്റ്. ഇതേ പേരിലാണ് കേരളത്തിലാകെ, ഇതേ മാതൃകയിലാണ് കേരളത്തിലാകെ ഇതിന്റെ ബോർഡുകൾ ഒരു ട്രേഡ് മാർക്ക് എന്ന രീതിയിൽ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. വിപണിയും വിലയും സർക്കാർ ഉറപ്പാക്കുന്നതുകൊണ്ട് കാർഷിക രംഗം ഇനി പൂർവാധികം ശക്തിപ്പെടുമെന്നുറപ്പാണ്. ഇന്നലെ വരെ കാർഷിക രംഗത്തേക്കിറങ്ങാൻ പലരും മടിച്ചു നിന്നത് വിലയുടെ അസ്ഥിരതയും വിപണിയുടെ അഭാവവുമാണ്. സഹകരണ മേഖലയിലൂടെ ഇനി ഭക്ഷ്യവസ്തുക്കളുടെയും കുതിച്ചുചാട്ടം പ്രതീക്ഷിക്കാവുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി സേതു നെടുമ്പ. മലബാർ കൈപ്പാട് ഫാമേഴ്സ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഫുഡ് സെക്യൂരിറ്റി ലിറ്റിൽ ആർമി പ്രവർത്തനം ആരംഭിച്ചു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ റീബിൽഡ് കേരള പദ്ധതിയുടെ ഭാഗമായി പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രം, മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഫുഡ് സെക്യൂരിറ്റി ആർമി സെന്റർ താവത്ത് TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. നമ്മളിവിടെ കൈപ്പാട് എന്നാണ് അറിയപ്പെടുന്നത്. കൈപ്പാട് നേരത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ നമുക്ക് ആവശ്യ വളമൊന്നും നൽകാതെ തന്നെ വളരെ സമൃദ്ധമായി നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും ഗുണകരമാകുന്ന ഭക്ഷ്യധാന്യം നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. എന്നാൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി പല കാരണങ്ങൾ നിമിത്തം ചെറുകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് PK ഹസൻ കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. യന്ത്രവൽക്കരണം ഉൾപ്പെടെ കാർഷിക അനുബന്ധ സേവനങ്ങൾ, കാർഷിക പരിശീലനങ്ങൾ എന്നീ സേവനങ്ങളും കൈപ്പാട് അരിയുടെ ഉൽപ്പന്നങ്ങൾ, പച്ചക്കറി തൈകൾ, ജീവാണുവളങ്ങൾ, തെങ്ങിൻ തൈകൾ എന്നിവയും ഫുഡ് സെക്യൂരിറ്റി ആർമി ഔട്ട്ലെറ്റിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രൊഫസർ ഡോക്ടർ T വനജ, OV നാരായണൻ, MK സുകുമാരൻ, P ഗോവിന്ദൻ, സിന്ധു N പണിക്കർ, PV സജീവൻ, K മോഹനൻ, V ലത, P ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പിണറായി സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തങ്കയം 8ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സത്യഗ്രഹം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് UDF സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി തങ്കയം 8ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ സത്യഗ്രഹം ബ്ലോക്ക് പ്രസിഡന്റ് P കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ C രവി അധ്യക്ഷത വഹിച്ചു. KV വിജയൻ, M രജീഷ് ബാബു,
MGC ഷംസാദ്, AG നൂറുൽ അമീൻ, UK ദിനേശൻ, PV സത്യൻ, UK ഹരീശൻ, K വിജയൻ, PV പത്മനാഭൻ എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. സുഭിക്ഷ കേരളത്തിന്റെ ഭാഗമായി ചെറുതാഴം സർവീസ് സഹകരണ ബാങ്ക് പച്ചക്കറി സംഭരണ വിതരണ കേന്ദ്രം ആരംഭിച്ചു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവിലയ്ക്ക് വിഷരഹിത പച്ചക്കറികൾ സംഭരിക്കും. ഹോർട്ടികോർപ്പ് മുഖേന ലഭ്യമാകുന്ന പച്ചക്കറികളും ശേഖരിച്ച് ഉപഭോക്താക്കൾക്ക് ന്യായവിലയ്ക്ക് പച്ചക്കറി എത്തിച്ചു നൽകുവാൻ സാധിക്കും. TV രാജേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പോൾ നമ്മുടെ കേരളത്തിലെ കൃഷിക്കാരിൽ നിന്ന് പച്ചക്കറി ശേഖരിച്ച് അവർക്ക് മാന്യമായ വില നൽകി കർഷകർക്ക് സാധാരണക്കാർക്ക് ഏറ്റവും ഗുണമേന്മയുള്ള മിതമായ വിലക്ക് പച്ചക്കറി എത്തിക്കുന്ന ഒരു പദ്ധതിക്കാണ് സംസ്ഥാന തലത്തിൽ ഗവൺമെന്റ് തുടക്കം കുറിച്ചിരിക്കുന്നത്. CM വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. VV ഗോവിന്ദൻ മാസ്റ്റർ, K ദാമോദരൻ, KKV ലക്ഷ്മണൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ഇടതുപക്ഷ കേരളം സുരക്ഷിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി ഇടതുപക്ഷ ജനാധിപത്യ മഹിളാ മുന്നണിയുടെ നേതൃത്വത്തിൽ മാതമംഗലത്ത് ഇടതുമുന്നണി സർക്കാരിന് ഐക്യദാർഢ്യ പരിപാടി സംഘടിപ്പിച്ചു. K സത്യഭാമ ഉദ്ഘാടനം ചെയ്തു. ഇടതുപക്ഷ ജനാധിപത്യ മഹിളാ മുന്നണി സംയുക്തമായി ഇടതുപക്ഷ കേരളം സുരക്ഷിത കേരളം എന്ന മുദ്രാവാക്യമുയർത്തി നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ മാതമംഗലം ബസാറിൽ സർക്കാരിന് ഐക്യദാർഢ്യം പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം K സത്യഭാമ നിർവഹിച്ചു. കേരളത്തിലെ ഗവൺമെന്റിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും ഇന്ന് കേരളത്തിനകത്ത് അങ്ങോളം ഇങ്ങോളം പാതയോരങ്ങളിൽ അണിനിരക്കുകയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ 5 വർഷക്കാലം നമ്മുടെ കേരളത്തിനകത്ത് സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. K സുധാമണി, K ജിഷ, MV ലീല, P സിന്ധു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. ഇരിണാവ് സർവീസ് സഹകരണ ബാങ്ക് കാർഷിക ഉൽപ്പന്ന സംഭരണ വിതരണ കേന്ദ്രം തുറന്നു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. വിഷരഹിത പച്ചക്കറി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോഓപ്പറേറ്റീവ് മാർട്ട് പച്ചക്കറി വിതരണ കേന്ദ്രം ആരംഭിച്ചത്. കർഷകരിൽ നിന്ന് താങ്ങുവിലയ്ക്ക് പച്ചക്കറി ഏറ്റെടുത്ത് ജനങ്ങൾക്ക് നൽകുകയെന്നതാണ് ലക്ഷ്യമിടുന്നത്. കേന്ദ്രം ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. സഹകരണ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായിട്ടാണ് ഈ പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മുടെ കേരളത്തിൽ 1600ഓളം വരുന്ന പ്രൈമറി സഹകരണ സംഘങ്ങൾ, ഈ പ്രൈമറി സഹകരണ സംഘങ്ങൾ ഈ മേഖലയിലേക്ക് വരുന്നതോടുകൂടി പച്ചക്കറി ഉൽപാദന രംഗത്ത് കൃഷിക്കാർ ചൂഷണം ചെയ്യപ്പെടുന്നത് ഒഴിവാക്കാനും ഇടനിലക്കാരുടെ ചൂഷണം ഒഴിവാക്കാനും P ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് P കണ്ണൻ, MK സൈബുന്നീസ, PP ഷാജിർ, T ചന്ദ്രൻ, P സഖറിയ, PK വത്സലൻ, K രാജീവൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. പയ്യന്നൂർ A കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെയും സ്റ്റുഡൻസ് പോലീസിന്റെയും സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ പയ്യന്നൂർ കൃഷിഭവന്റെ സഹകരണത്തോടെ വീട്ടിലൊരു അടുക്കളത്തോട്ടം പദ്ധതി നടപ്പാക്കുന്നു. തൈകളുടെ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് VP കൃഷ്ണപൊതുവാളിന് നൽകി നിർവഹിച്ചു. സ്കൂളിലെ 100ഓളം വളണ്ടിയർമാർക്ക് വഴുതിന, തക്കാളി, മുളക്, വെണ്ട, പയർ എന്നീ തൈകളും പച്ചക്കറി വിത്തുകളുമാണ് നൽകുന്നത്. തൈകൾ പയ്യന്നൂർ ബ്ലോക്ക് തല കൃഷിഫാമിൽ നിന്നും കൃഷി ഓഫീസർ സുനീഷ് K, സ്കൂൾ പ്രിൻസിപ്പൽ TV വിനോദിന് കൈമാറി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് തൈകളുടെ വിതരണോദ്ഘാടനം നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് VP കൃഷ്ണപൊതുവാൾക്ക് നൽകി നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ അധ്യക്ഷത വഹിച്ചു. കൌൺസിലർമാരായ AK ശ്രീജ, V നന്ദകുമാർ എന്നിവരും AEO ഭരതൻ P, അശോകൻ കക്കാട്ട്, KV നാരായണൻ, രജനീഷ് VP, മധു R, ഗിരിജ KV, രഞ്ജിമ R, സുധീഷ് MV, സ്കൂൾ പ്രിൻസിപ്പൽ TV വിനോദ്, പ്രോഗ്രാം ഓഫീസർ MV വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരളപ്പിറവി ദിനത്തിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ മാടായിക്കാവ് വള്ളിക്കെട്ട് ശുചീകരിച്ചു. മാടായിപ്പാറ സംരക്ഷണ സേനയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങിയത്. ഗ്രീൻ മാടായിപ്പാറ സേവ് മാടായിപ്പാറ എന്ന മുദ്രാവാക്യമുയർത്തി രൂപീകരിച്ച മാടായിപ്പാറ സംരക്ഷണ സേനയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. P നാരായണൻകുട്ടി മാസ്റ്റർ, M രാമചന്ദ്രൻ, KV ബൈജു, കമാൽ റഫീഖ്, TP രാകേഷ്, കിരൺ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മാടായിപ്പാറയും അതോടൊപ്പം മാടായിക്കാവിലെ വള്ളിക്കെട്ടും ശുചീകരിക്കുന്ന പ്രവർത്തനത്തിനാണ്
നേതൃത്വം കൊടുത്തത്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള അനന്തരാജ് വി, അഭിനന്ദ് NB, അഖിൽ KV, ലയാജി എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. സ്റ്റീമിയോ മൊബൈൽ സ്റ്റീം കാർ വാഷിംഗ് ഡീറ്റെയിലിംഗ് സർവീസ് പയ്യന്നൂരിലും ആരംഭിച്ചിരിക്കുന്നു. ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഉപഭോക്താവിന്റെ അരികിലെത്തി മൊബൈൽ സ്റ്റീം കാർ വാഷ് സേവനങ്ങൾ ലഭ്യമാക്കും. പയ്യന്നൂർ അനാമയ ആശുപത്രിക്ക് സമീപമാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. പയ്യന്നൂർ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവലിന്റെ വാഹനം വൃത്തിയാക്കിക്കൊണ്ടാണ് സ്റ്റീം കാർ വാഷ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത്. വീടുകളിലേക്കോ സ്ഥാപനങ്ങളിലേക്കോ ആവശ്യപ്പെടുന്നതനുസരിച്ച് എവിടെയാണെങ്കിലും മൊബൈൽ കാർ സ്റ്റീം വാഷ് നിങ്ങളുടെ അരികിലെത്തും. സൂപ്പർ സ്റ്റീം ടെക്നോളജിയിലാണ് വാഷിംഗ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ സ്റ്റീം വാഷിംഗ്, ടയർ ഡ്രസ്സിംഗ്, വാക്യൂമിംഗ്, ഡാഷ്ബോർഡ് പോളിഷിംഗ്, എഞ്ചിൻ റൂം വാഷ്, AC ഡക്ട് ക്ലീനിംഗ് ആൻഡ് സാനിറ്റൈസിംഗ് തുടങ്ങിയ സേവനങ്ങൾ സൂപ്പർ സ്റ്റീം ടെക്നോളജിയിലൂടെ ലഭ്യമാക്കും. മൊബൈൽ സ്റ്റീം കാർ വാഷ് ഡീറ്റെയിലിംഗ് സർവീസിന്റെ സേവനങ്ങൾ ലഭ്യമാകുന്നതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യാം. 8136966333 എന്ന നമ്പറിലോ 7306546268 എന്ന നമ്പറിലോ മുൻകൂട്ടി ബുക്ക് ചെയ്ത് സേവനങ്ങൾ ഉറപ്പാക്കാം. ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് മികച്ച സേവനങ്ങളാണ് മൊബൈൽ സ്റ്റീം കാർ വാഷ് ഡീറ്റെയിലിംഗ് സർവീസിലൂടെ ലഭ്യമാക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കേരളപ്പിറവി ദിനത്തിൽ UDF കുഞ്ഞിമംഗലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. തെരുവ് മാർക്കറ്റ് പരിസരത്ത് നടന്ന സമരം കല്യാശ്ശേരി നിയോജകമണ്ഡലം UDF കൺവീനർ SK സക്കറിയ ഉദ്ഘാടനം ചെയ്തു. K. വിജയൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ TP മുസ്തഫ, C. ശിവദാസൻ, തയ്യിൽ താജുദ്ദീൻ, AV തമ്പാൻ, MK ബാലകൃഷ്ണൻ, K. ചിണ്ടൻ, KV സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കാർഷികാനുബന്ധ മേഖലയിൽ മാതൃകയായി പടന്ന ഗ്രാമപഞ്ചായത്ത് തടിയൻകോവലിലെ ഒരുമ പുരുഷ സ്വയം സഹായ സംഘം കേരളപ്പിറവി ദിനമായ നവംബർ 1 വെള്ളരി കൃഷി നടീൽ ഉദ്ഘാടനം ചെയ്ത് സംഘത്തിന്റെ 1ാം വാർഷികം നടത്തി. പച്ചക്കറി നടീൽ ഉദ്ഘാടനം പടന്ന കൃഷി ഓഫീസർ T. അംബുജാക്ഷൻ നിർവഹിച്ചു. 2019 ഒക്ടോബറിൽ രൂപീകൃതമായ സംഘം വെള്ളരി കൃഷിയിലൂടെയാണ് കൃഷിയിലേക്ക് ചുവടുവെച്ചത്. ഇത് വൻ വിജയമായതോടെ നേന്ത്രവാഴ, മധുരക്കിഴങ്ങ്, ചേന തുടങ്ങിയവയും കൃഷി നടത്തി വിജയിക്കുകയും ഒരേക്കറോളം സ്ഥലത്ത് നെൽകൃഷി ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു. എന്നാൽ ഈ വർഷത്തെ ശക്തമായ കാലവർഷത്തിൽ കൊയ്യാറായ നെൽകൃഷി നശിച്ചുപോയി. നഷ്ടം നികത്താൻ പച്ചക്കറി കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണിവർ. മത്സ്യം ഇങ്ങനെ വിവിധ കാർഷിക മേഖലകളിൽ വിജയം കൈവരിച്ച ഒരു സംഘമാണ് കേരള. കൂടാതെ നേന്ത്രവാഴ, കിഴങ്ങ് എന്നിവയും വ്യാപകമായി കൃഷി ചെയ്യാൻ സംഘം ആരംഭിച്ചു. സുഭിക്ഷ കേരളം പദ്ധതിയിൽ സംഘം നേതൃനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. കൃഷിവകുപ്പിന്റെ സ്റ്റഗേഴ്സ് പച്ചക്കറി കൃഷി പദ്ധതിയും തരിശുനില പച്ചക്കറി പദ്ധതിയും പ്രയോജനപ്പെടുത്തി മുൻപോട്ടു പോകാനാണ് സംഘത്തിന്റെ തീരുമാനം. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സംസ്ഥാന സർക്കാരിന്റെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ഉദിനൂർ സെൻട്രൽ അംഗനവാടി മഹിളാ സമാജം പ്രവർത്തകർ ഒരുക്കിയ ജൈവ കൃഷിയിൽ 100 മേനി വിളവ് 50 സെന്റ് സ്ഥലത്താണ് കൃഷി ചെയ്തത്. മധുരക്കിഴങ്ങ്, നിലക്കടല, വാഴ, കപ്പ എന്നിവയാണ് 50 സെന്റ് സ്ഥലത്ത് കൃഷി ചെയ്തത്. നിലക്കടല, മധുരക്കിഴങ്ങ് എന്നിവയുടെ വിളവെടുപ്പ് പടന്ന കൃഷി ഓഫീസർ അംബുജാക്ഷൻ നിർവഹിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ C. ബാബു, മഹിളാ സമാജം പ്രസിഡന്റ് C. സുജാത, സെക്രട്ടറി TV സന്ധ്യ എന്നിവർ സംസാരിച്ചു. KV നളിനി, P. നളിനി എന്നിവരുടെ മേൽനോട്ടത്തിലാണ് ലോക്ഡൌൺ കാലത്ത് മഹിളാ സമാജം പ്രവർത്തകർ ജൈവകൃഷി ആരംഭിച്ചത്. കൃത്യമായ പരിചരണത്തിലൂടെ മികച്ച വിളവ് ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് പ്രവർത്തകർ. ലളിത, ജലജ ബാലകൃഷ്ണൻ, സാവിത്രി, വിജയലക്ഷ്മി, ഉഷ ബാബുരാജ്, ശ്രീലക്ഷ്മി, ഉഷ വിനോദ്, പ്രസീത, ശ്രീപാർവതി എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. നളിനം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ കണ്ടങ്ങാളിയിൽ വെച്ച് കേരളപ്പിറവി മലയാള ഭാഷാ ദിനവും ആചരിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി വായനശാലയിലേക്ക് പുസ്തകങ്ങൾ സമർപ്പിച്ചു. കിഴക്കേ കണ്ടങ്ങാളി AKG വായനശാലയുടെ നേതൃത്വത്തിൽ GD മാസ്റ്ററുടെ നാമധേയത്തിൽ ആരംഭിക്കുന്ന ഗ്രന്ഥശാലയ്ക്കും കണ്ടങ്ങാളി വായനശാല ഗ്രന്ഥശാലയ്ക്കും ഉദയ കലാസമിതി വായനശാലയ്ക്കുമാണ് നളിനം ഫൗണ്ടേഷൻ ഭാരവാഹികൾ പുസ്തകങ്ങൾ സമർപ്പിച്ചത്. മലയാള ഭാഷാ ദിനത്തിൽ നളിനം ഫൗണ്ടേഷൻ ഒരുക്കിവെച്ച
അക്ഷരമരം കാണികളിൽ കൗതുകവും മാതൃഭാഷാ സ്നേഹത്തിന്റെ ദൃശ്യവിരുന്നും സമ്മാനിച്ചു. ഫൗണ്ടേഷൻ പ്രസിഡന്റ് പ്രമോദ് പുത്തലത്ത് അധ്യക്ഷത വഹിച്ചു. പ്രവീണ പ്രമോദ്, ഒ നാരായണൻ, ടി കൃഷ്ണൻ, രജനി, രതീഷ്, പ്രദീപ്, പി വി ശ്രീജേഷ്, രാജേശ്വരി പ്രമോദ് എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചേക്കിലെ മാധവനെ പോലെ വ്യത്യസ്തനായ ഒരു കള്ളന്റെ കഥ പറയുന്ന ഷോർട്ട് ഫിലിമിന്റെ ചിത്രീകരണം ആരംഭിച്ചു. പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലുമായി ചിത്രീകരണം നടത്തുന്ന ഷോർട്ട് ഫിലിമിന്റെ സ്വിച്ച് ഓൺ കർമ്മം ചലച്ചിത്ര താരം ബാബു അന്നൂർ നിർവഹിച്ചു. മുക്കൂട്ടം ഫിലിംസിന്റെ ബാനറിൽ കെ നന്ദകുമാറിന്റെ രചനയിൽ മനോജ് കെ സേതു സംവിധാനം നിർവഹിക്കുന്ന ഷോർട്ട് ഫിലിം ചിത്രീകരണം ആരംഭിച്ചു. മീശമാധവനിലെ ചേക്കിലെ മാധവനെ പോലെ ഒരു ഗ്രാമത്തിന്റെ സ്വന്തം കള്ളന്റെ കഥയാണ് ഷോർട്ട് ഫിലിമിന്റെ ഇതിവൃത്തം. സംവിധായകൻ തന്നെയാണ് ചിത്രത്തിന്റെ എഡിറ്റിംഗും ഛായാഗ്രഹണവും കൈകാര്യം ചെയ്യുന്നത്. മേക്കപ്പ് ജിത്തു പയ്യന്നൂർ, ആർട്ട് പപ്പൻ മാതമംഗലം, അസോസിയേറ്റ് ക്യാമറ സിജിത് കരിവെള്ളൂർ, അസിസ്റ്റന്റ് ഡയറക്ടർ ജെയിംസ് ഇടപ്പള്ളിൽ, സിംഗ് സൗണ്ട് ഷിജു പീറ്റർ തുടങ്ങി സിനിമ ഷോർട്ട് ഫിലിം മേഖലകളിൽ കഴിവ് തെളിയിച്ച നിരവധി പേർ ചിത്രത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എ വി കമലാക്ഷൻ, വേണു കലിയന്തിൽ, എ യു രാജൻ, കെ വി മണി, കെ വിഷ്ണു, ഭാനുമതി പയ്യന്നൂർ, ഗീതിക ഗിരീഷ് തുടങ്ങിയവരാണ് അഭിനേതാക്കൾ. പയ്യന്നൂർ ഗ്രാമ വെസ്റ്റ് മുക്കൂട്ടം എന്ന ഒരു സാംസ്കാരിക സംഘടന അണിയിച്ചൊരുക്കുന്ന ഒരു ഹ്രസ്വ സിനിമാ പ്രവർത്തകർക്ക് പുറമെ സി കെ ദിനേശൻ, കെ വി പ്രമോദ് എന്നിവരും സ്വിച്ച് ഓൺ കർമ്മത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണപുരം റോട്ടറി ക്ലബ്ബും ജനമൈത്രി പോലീസും സംയുക്തമായി ബെൽ ഓഫ് ഫെയ്ത്ത് പദ്ധതിക്ക് തുടക്കമായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാട്ടിൽ പല കുടുംബങ്ങളിലും അത് അണുകുടുംബങ്ങളായതിനു ശേഷം ഇപ്പം പ്രായമുള്ള ആളുകൾ, അച്ഛനും അമ്മയും മക്കളൊക്കെ വിദേശത്താണ്, അച്ഛനും അമ്മയും മാത്രം താമസിക്കുന്ന ചില വീടുകളുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമായിട്ടൊക്കെ ശേഷിയുണ്ടാകാം. എന്നാൽ സാമ്പത്തികമായി ശേഷിയില്ലാതെയും മറ്റ് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അടുത്ത ബന്ധുക്കളൊന്നും ഇല്ലാത്ത ആളുകളും ഉണ്ടാകാം. അപ്പം അങ്ങനെ പദ്ധതിയുടെ ഭാഗമായി ഇരിണാവിലെ പൊയിൽത്തങ്കം, പൊയിൽ ജാനകി സഹോദരിമാരുടെ വീട്ടിൽ ബെൽ സ്ഥാപിച്ചു. റോട്ടറി പ്രസിഡന്റ് നികേഷ് കാക്കാമണി അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ പി ഓമന, സുമേഷ് സി കെ, ബി എസ് അനിൽകുമാർ, സി വി തമ്പാൻ, അബൂബക്കർ സിദ്ദിഖ്, എൻ ബി ഗീത, പി പുഷ്പവല്ലി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ നേതൃത്വത്തിൽ വിഷരഹിത പച്ചക്കറി കൃഷിക്ക് വേണ്ടി പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. കൃഷി വകുപ്പാണ് പച്ചക്കറി വിത്തുകൾ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിക്ക് നൽകിയത്. കൃഷിവകുപ്പാണ് 25,000 പാക്കറ്റ് പച്ചക്കറി വിത്തുകൾ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിക്ക് നൽകിയത്. തലശ്ശേരി അതിരൂപതയിലെ 4 ഫെറോനകളിലാണ് വിത്തുകൾ വിതരണം ചെയ്തത്. ചെറുപുഴ സെന്റ് മേരീസ് ഫെറോനയിൽ വിത്ത് വിതരണത്തിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ടോണി ജോസഫ് പുഞ്ചക്കുന്നേൽ നിർവഹിച്ചു. ഫാദർ ജോർജ് വണ്ടർകുന്നേൽ അധ്യക്ഷത വഹിച്ചു. ഫിലിപ്പ് വെളിയപ്പുറത്ത് മുഖ്യപ്രഭാഷണം നടത്തി. എം ജോസ്, മാത്യു തറപ്പേൽ, സിബി താണപറമ്പിൽ, സ്കറിയ വള്ളാംതോട്ടത്തിൽ, സണ്ണി പുത്തൻപുര, മാത്യു ചെമ്പരത്തിക്കൽ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ കരുവാച്ചേരിയിലെ കെ വി കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ നിര്യാതനായി. 96 വയസ്സായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. പയ്യന്നൂർ പെരുമ്പയിൽ കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ ശക്തമാക്കി. പെരുമ്പയിലെ കച്ചവട സ്ഥാപനങ്ങൾ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ പൂർണ്ണമായി അടച്ചിടുന്നു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കിഴക്ക് ഭാഗത്തേക്ക് പുതുതായി നിർമ്മിച്ച ഫുഡ് ഓവർ ബ്രിഡ്ജ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ദീർഘകാലത്തെ കാത്തിരിപ്പ് ഇപ്പോൾ യാഥാർത്ഥ്യമായതിന്റെ ആഹ്ലാദത്തിലാണ് പരിസരവാസികളും യാത്രക്കാരും. തൃശൂർ പുതുക്കാട് നവീകരിച്ച കേരള വിഷൻ ഡിജിറ്റൽ ടി.വി. ആൻഡ് ബ്രോഡ്ബാൻഡ് പ്രൊജക്ട് ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു. കേരളപ്പിറവി ദിനത്തിൽ സംസ്ഥാനത്താകെ 1000 കേന്ദ്രങ്ങളിൽ പച്ചക്കറി സംഭരണ വിതരണ കേന്ദ്രം തുടങ്ങി. ഇതിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പച്ചക്കറി സംഭരണ വിതരണ കേന്ദ്രങ്ങൾ തുറന്നു. മലയോര ഹൈവേയുടെ ഭാഗമായ ചിറ്റാരിക്കൽ ടൗണിലെ റോഡ് നിർമ്മാണം ഉടൻ പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് ഈസ്റ്റ് എളേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റാരിക്കൽ ടൗണിലും പരിസരത്തും ധർണ സംഘടിപ്പിച്ചു.
ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.